ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്നോട് ചോദിക്കുന്നതാണ്, ചേച്ചി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ ഓസ്ട്രേലിയയിലെ കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ ഇച്ചിരി സീനാണെന്ന് കേട്ടു. അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ആ പ്രൊസീജിയറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്ട്രേലിയൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത് തൊട്ട് അതിൻ്റെ പുറത്തെത്തുന്ന വരെയുള്ള ഇമിഗ്രേഷനും കസ്റ്റംസും എല്ലാ പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അത് തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അത് ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ഓൾറെഡി വന്ന സ്റ്റുഡൻസിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് 2500 കൂടുതൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 2500 കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണം. ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സംസാരിക്കണം, കണക്ട് ചെയ്യണം. ചില സിറ്റുവേഷൻ ഒരേ യൂണിവേഴ്സിറ്റി, ഒരേ കോളേജ്, ഒരുമിച്ച് അക്കോമഡേഷനൊക്കെ എടുക്കാനായിട്ട് ഈ കമ്മ്യൂണിറ്റി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചേരണം. എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു DM അയക്കുക. ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കടക്കാൻ നിർത്താൻ എല്ലാവർക്കും വിസയൊക്കെ കിട്ടി. നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഒരു സിറ്റുവേഷൻ ആയിട്ടോ ഞാൻ പറയുന്നത്. ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണോ ആ ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂ നിങ്ങൾക്ക് ഇൻകമിങ് പാസഞ്ചർ കാർഡ് എന്ന് പറഞ്ഞ സംഭവം തരും. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ആരായിക്കോട്ടെ ഓസ്ട്രേലിയയിട്ട് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് അവരെന്തായാലും ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണ്. അത് സിറ്റിസൺ ആയാലും ഏത് രാജ്യത്തെ ആളായാലും എല്ലാവരും നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യേണ്ട സംഭവമാണ് ഇൻകമിങ് പാസഞ്ചർ കാർഡ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് 11 ക്വസ്റ്റ്യൻ ഉണ്ട് കസ്റ്റംസ് റിലേറ്റഡ്. അതുകൂടാണ് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷനും ബേസിക് ഇൻഫോർമേഷനൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവമാണ്. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ അതായിരുന്നു, ലോങ് വീഡിയോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും അത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാരണം അതെങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഞാനത് പറയുന്നില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളത് ഫില്ല് ചെയ്യുമ്പോൾ ബ്ലാക്ക് പെൻ അല്ലെങ്കിൽ ബ്ലൂ പെൻ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഒരു പെൻ എപ്പോഴും ഹാൻഡി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അത് കഴിയുമ്പോൾ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന മാക്സിമം ക്വിക്കായിട്ട് ഇറങ്ങുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഭാഗ്യത്തിന് അധികം പേരുണ്ടായിരുന്നില്ല. പക്ഷേ അധികം പേരില്ലാത്തപ്പോൾ ചെക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവും. ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഫ്ലൈറ്റും ഒരുമിച്ച് ലാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര തിരക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന അവിടെ ഇരുന്ന് പയ്യെ ഇറങ്ങി വരാതെ പറ്റുന്ന ധൃതിയിൽ ഇച്ചിരി ഇറങ്ങാൻ നോക്കുക. എന്ന് വെച്ചാൽ എല്ലാവരും ഇടിച്ചിട്ട് എല്ലാവരെയും തള്ളി മാറ്റി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സമയമെടുത്ത് ഇറങ്ങുക, പക്ഷേ ഭയങ്കരമായിട്ട് സമയം എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കുറേ ഫ്ലൈറ്റ് ഒരുമിച്ച് ഇറങ്ങുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷനായിട്ട് പോകുന്നതാണ്. ഇമിഗ്രേഷന് പോകാൻ നേരത്ത് നമുക്ക് കാണാൻ പറ്റും സൈൻസ് ഉണ്ട് എങ്ങടാ പോകണ്ടേ എന്നുള്ള സിറ്റുവേഷനിൽ. ചിലവർ, അതായത് സിറ്റിസൺസ് ആയിട്ടുള്ളതും ചില സ്പെസിഫിക് കൺട്രീസിനും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സ്കാൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞാൽ സ്മാർട്ട് ഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് നമുക്കില്ല. അപ്പോൾ അവർ പോകണ കണ്ടിട്ട് അവരുടെ കൂടെ പോകരുത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇമിഗ്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മാനുവൽ ആയിട്ടുള്ള ചെക്കിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് ഇമിഗ്രേഷനും കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇമിഗ്രേഷന് ഒരു സൈൻ കാണും, അവിടെ പോയി ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ എവിടെയാണോ അത് അങ്ങോട്ട് പോവുക. അതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ പ്രോസസ്സിങ് ബേസിക്കലി പറയുവാണെങ്കിൽ ഒരു കൗണ്ടറിൽ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ നമ്മളോട് പാസ്പോർട്ടും ഇൻകമിങ് പാസഞ്ചർ കാർഡും ചോദിക്കും. നമ്മളത് അവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ നേരത്തെ അവർ ചെക്ക് ചെയ്യും. ചില സമയത്ത് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. റാൻഡമാണ്, അവർക്ക് തോന്നണേ, അല്ലാണ്ട് എല്ലാവരും ചോദിക്കുന്നില്ല. ചില സിറ്റുവേഷനിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തിനാണ് വന്നത്, എത്ര നാളത്തേക്കാണ് വന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അങ്ങനെ. അപ്പോൾ അവർ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് യൂഷ്വലി ചോദിക്കുന്ന കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരത്ത്, അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാനത് പറയുന്നില്ല. അതും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് പാസ്പോർട്ടും നിങ്ങളുടെ ഇൻകമിങ് പാസഞ്ചർ കാർഡും തിരിച്ചു തരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ബാഗ് കളക്ട് ചെയ്യാൻ പോകുന്നതാണ്. യൂഷ്വലി നമുക്ക് ചെക്കിനും ഉണ്ട്, ക്യാരി ഓൺ ഉണ്ട്. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ 7 kg, ചെക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബാഗും. ഈ ചെക്കിൻ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കത് കളക്ട് ചെയ്യാൻ പോകണം. കളക്ട് ചെയ്യാൻ പോകുന്ന നേരത്ത് മാറിപ്പോകരുത്. ഞാൻ കുറേ പേര് വേറെ സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്തേക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങളുടെ ഫ്ലൈറ്റ് ഏതാണോ ഫ്ലൈറ്റ് നമ്പർ കാണിച്ചിട്ട് നിങ്ങളുടെ ബാഗേജ് എവിടെയാണ് കളക്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ പോയി നിൽക്കുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും. കുറേ ഫ്ലൈറ്റൊക്കെ വരുവാണെങ്കിൽ ഉള്ള സിറ്റുവേഷൻ ഒരേ സമയത്ത് വന്നെങ്കിലൊക്കെ. അപ്പോൾ അതനുസരിച്ച് വെയിറ്റ് ചെയ്യുക. കുറേ നേരമായിട്ടും വെയിറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടാവും. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവിടെ ചെന്ന് ചോദിക്കുക. പക്ഷേ കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യണം. ചില സിറ്റുവേഷൻ ആകുമ്പോൾ പറഞ്ഞ പോലെ കുറേ ഫ്ലൈറ്റ്സ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പം നിങ്ങൾ
നിങ്ങളുടെ ബാഗ് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, കുറേ ട്രോളി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ട്രോളി എടുത്ത് വയ്ക്കുവാണെങ്കിൽ 2 ബാഗൊക്കെ എന്തായാലും നല്ല വെയിറ്റുള്ള ബാഗായിരിക്കില്ല, അപ്പോൾ ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് ചെയ്യുക. അടുത്തതാണ് മെയിൻ പാർട്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്കേറി പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ കസ്റ്റംസ് എന്നുള്ള സംഭവം. നമുക്ക് അവിടെ ഒരു ക്യൂ കാണാം. അപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ ഇൻകമിങ് പാസഞ്ചർ കാർഡും പാസ്പോർട്ടും നമ്മുടെ കയ്യിൽ തന്നെ എടുത്ത് വെക്കരുത്. നമ്മൾ നമ്മുടെ ബാഗൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകാൻ നേരത്ത് യൂഷ്വലി ക്യൂ ഉണ്ടാവാറുണ്ട്. പോണ വഴിക്ക് തന്നെ ചിലപ്പോൾ ഈ ഡോഗ് സ്ക്വാഡ് വന്ന് ചെക്ക് ചെയ്യുന്നതും മണക്കുന്നതൊക്കെ കാണാം. അത് നിങ്ങൾ പേടിക്കാനൊന്നും നിൽക്കണ്ട, അതുള്ളതാണ്, നോർമലാണ്. നമ്മളത് വരുമ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. അത് ഉള്ളതാണ്, നോർമൽ ഒരു സിറ്റുവേഷനാണെന്ന് വിചാരിക്കുക. ചില സിറ്റുവേഷനേ ഉള്ളൂ, എന്നാലും ഒരു നോർമലാണ്. അതിനകത്ത് നമ്മൾ പേടിക്കരുത് പട്ടി വരുമ്പോഴൊന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ക്യൂ പോയി നിൽക്കും. ക്യൂ നിൽക്കാൻ നേരത്ത് നമുക്ക് യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകമിങ് പാസഞ്ചർ കാർഡിൽ നമ്മൾ ഇത്ര സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് മെൻഷൻ ചെയ്തേക്കാണ്. നമ്മളെല്ലാത്തിനും ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇൻ കേസ് നിങ്ങൾ സാധനം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇൻ കേസ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ റാൻഡം ചെക്കൊക്കെ ഉണ്ടാവും. അറിയുവാണെങ്കിൽ പിന്നെ ഫൈനും പെനാൽറ്റിയും ചിലവരുടെ വിസ ക്യാൻസൽ ചെയ്തൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഡൗട്ടുള്ള സംഭവമാണ്, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല. ആസ് ലോങ് ആസ് ഇറ്റ്സ് നോട്ട് ആൻ ഇല്ലീഗൽ ഐറ്റം അല്ലെങ്കിൽ ഇല്ലീഗൽ വെപ്പൺ ഒന്നും അല്ലാത്ത സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ എന്തെങ്കിലും അറിയാണ്ട് കൊണ്ടുവന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്യുക. മാക്സിമം അവർ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് എറിഞ്ഞ് കളയും. ഫൈൻ അടയ്ക്കണേയും വിസ ക്യാൻസൽ ചെയ്യുന്നതൊക്കെ ഏതല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറയുകയാണ്, കൊണ്ടുവരണ്ടാത്ത സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് റിസ്ക് എടുക്കണം, ഇവിടെ എല്ലാ സാധനവും കിട്ടും. അതുകൂടാണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കൊണ്ടുവരരുതെന്ന്. അതുമൊക്കെ അപ്പോൾ നിങ്ങൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, ഇപ്പോൾ നിങ്ങൾ യൂഷ്വലി എല്ലാവരും മെഡിസിൻസ് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് മെഡിസിൻസിനൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളത് ക്രോസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഈ ഇൻകമിങ് പാസഞ്ചർ കാർഡിൽ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ പറയും ഈ കസ്റ്റംസിൻ്റെ ചെക്കിലോട്ട് പോകാൻ പറയും. ചില സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുവാണ്, അവർ ഒന്നും തോന്നിയില്ലെങ്കിൽ അവർ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറയും. ചില സിറ്റുവേഷൻ നോയാണെങ്കിൽ പോലും അവർ പറയും ഇത് റാൻഡമായിട്ട് പറയും, എല്ലാവരും പൊക്കോളും എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റംസിൻ്റെ അവിടെ അവർ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ നമ്മൾ എസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ മെഡിസിൻസിൻ്റെ കൊടുത്തായിരുന്നു, വുഡൻ ആർട്ടിക്കിൾസ് കൊടുത്തായിരുന്നു, സോയിൽഡ് ഷൂസും കൊടുത്തായിരുന്നു. ഇത് മൂന്നും അവരെന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മെഡിസിൻസ് നോർമൽ മെഡിസിൻസ് ആണ്, എൻ്റെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാണ്ട് ഷൂസ് എൻ്റെ പഴയ ഷൂസ് ആയതുകൊണ്ട് ഞാൻ മാക്സിമം ക്ലീൻ ചെയ്തതിൻ്റെ എങ്ങാനും ആ ഒരു രീതിയിലാണെന്ന് പറഞ്ഞു. പിന്നെ വുഡൻ ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞു തവി അല്ലെങ്കിൽ സ്പാച്ചുല ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ബാഗ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, എൻ്റെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവരതടച്ചിട്ട് അവരെന്നെ വിട്ടു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർ ചോദിക്കും എന്താണ്. അപ്പോൾ നിങ്ങൾ പറയാം മെഡിസിൻസ് ആണ്, പക്ഷേ എൻ്റെ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടെന്ന് പറയാം. പ്രിസ്ക്രിപ്ഷൻസ് ഇംഗ്ലീഷിലായിരിക്കണം. ചില സിറ്റുവേഷനിൽ റാൻഡം ചെക്ക് ഉണ്ട്. അപ്പം നിങ്ങൾ അറിയാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നോ കൊടുത്തു എന്ന് വെച്ച് അവരടുത്ത സ്റ്റെപ്പിട്ട് വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ ഡോഗ് സ്ക്വാഡും ഉണ്ട്, അതും നിങ്ങൾ നോക്കുക. അതൊക്കെ അവർക്ക് ഇവിടെ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സാണ്, അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറൈവൽ ഹോളിലെത്തി. അതാണ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒഫീഷ്യലി ഓസ്ട്രേലിയയിലെത്തി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ പിക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ അവർ വന്ന് പിക്ക് ചെയ്യും. നിങ്ങൾ ടാക്സിയോ അല്ലെങ്കിൽ സ്കൈ ബസ്സോ എങ്ങനെയെന്ന് വെച്ചാൽ അതിനകത്ത് പിക്ക് ചെയ്യും. അതാണ് പ്രോസസ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര പേടിക്കാനൊന്നുമില്ല, നോർമൽ ഒരു സംഭവമാണ്. ഇൻ കേസ് എനിക്കറിയാം മിക്കവർക്കും അത് അറിയായിരിക്കും, പക്ഷേ ഒരാൾക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ആൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നോർത്തിട്ട് എനിക്ക് കുറച്ച് പേര് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു, ചേച്ചി ആദ്യമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ കുറേ പേര് ഇനിയും വിസയ്ക്ക് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. വിസ വന്നോളും, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടി ഫാസ്റ്റ് പ്രോസസ്സിങ് ആയിട്ടുണ്ട്. പിന്നെ അത്രയുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് കാണുന്നവരെ ബൈ ബൈ.